ഹായ് ഓൾ, വെൽക്കം ടു നോസ് സ്പോട്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് വേറൊരു ചോദ്യപേപ്പറാണ് കേട്ടോ. സോ ഇത് റീസെൻ്റായിട്ട് നടന്നിട്ടുള്ളൊരു ചോദ്യപേപ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ചോദ്യപേപ്പറുകളിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, റെപ്പിറ്റേഷൻ ഉണ്ടോ, റിപ്പീറ്റഡായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, അപ്പോൾ ഏത് ഭാഗമാണ് ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ആണോ? നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം, സമയം കളയണ്ട. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ആരാണ്? ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പദവികളിൽ കേരളവും ഇന്ത്യയും ഒരു ഷോർട്സ് പോലെ ചെയ്തിട്ടുള്ളതാണ്, എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ട്. സോ എക്സാമിന് പോണേക്കാൾ മുന്നേ ആണെങ്കിലും നിങ്ങളതൊന്ന് കണ്ടിട്ട് പോവുക. സോ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താ? സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് യു ഷറഫ് അലിയാണ്. യു ഷറഫ് അലി. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തതാണ് കേട്ടോ. അതേതാണ് വരുന്നത്? ബി ആണല്ലേ വരുന്നത്. ഷെയ്പ്പ്. ഈ ഷെയ്പ്പ് എന്ന് പറയുന്നത് പ്രൊപ്പൽഷൻ മോഡ്യൂളാണ്. ചന്ദ്രയാൻ 3ൽ ആകെ 7 പേലോഡുകളാണുള്ളത്. അതിൽ നമുക്ക് ചന്ദ്രയാൻ 3ൻ്റെ 3 ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രൊപ്പൽഷൻ മോഡ്യൂളുണ്ട്, പ്രഗ്യാൻ റോവറുണ്ട്, വിക്രം ലാൻഡറുണ്ട്. ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വിക്രം ലാൻഡർ എന്നും പ്രഗ്യാൻ റോവർ എന്നും ഒറ്റയടിക്ക് പഠിച്ചു വയ്ക്കാം. അപ്പോൾ റോവർ പ്രഗ്യാനാണ്, ലാൻഡർ വിക്രമാണ്, പിന്നെ ഒരു പ്രൊപ്പൽഷൻ മോഡ്യൂളുമാണ് ഉള്ളത്. ഇതിൽ ലാൻഡറിൻ്റെ ഉള്ളിൽ വരുന്ന പേലോഡുകൾ എന്ന് പറയുന്നത് 4 എണ്ണമാണ്. അതിലൊന്ന് ഈ രംഭയാണ്, ചാസ്തെ, പിന്നെ ഇൽസ, പിന്നെ വേറൊന്നും കൂടിയുണ്ട്. അത് നാസ രൂപകൽപ്പന ചെയ്ത ഒന്നാണ്. അതാണ് LRA എന്ന് പറയുന്നത്. അത് നാസ രൂപകൽപ്പന ചെയ്തതാണ്. അപ്പോൾ ലാൻഡറിൽ 4 പേലോഡുകളാണുള്ളത്. പിന്നെ റോവറിലുള്ള പേലോഡുകൾ 2 എണ്ണമാണ്. അത് ഒന്ന് അപ്പെക്സും പിന്നീട് ലിപ്സ് LIBS കേട്ടോ. ലിപ്സുമാണ് ഏതിലുള്ളത്? റോവറിലുള്ളത്. അപ്പോൾ റോവറിൽ 2 പേലോഡുകളാണുള്ളത്, ലാൻഡറിൽ 4 പേലോഡുകളാണുള്ളത്. ഓക്കെ ആണോ? ഇത് രണ്ടും മനസ്സിലായോ? പിന്നെ ഉള്ളത് ഈ ഷെയ്പ്പ് എന്ന് പറയുന്ന പ്രൊപ്പൽഷൻ മോഡ്യൂളാണ് പിന്നീടുള്ളത്. ഷെയ്പ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ചന്ദ്രയാൻ 3നെ പറ്റി ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് പറയാം. ഈ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത് നമുക്കറിയാം 2023 ജൂലൈ 14 നമുക്കറിയാം അല്ലേ? ജൂലൈ 14. അതേപോലെ തന്നെ ചന്ദ്രയാൻ 3യുടെ മൊത്തം ഭാരം എടുത്താൽ അത് 3900 കിലോമീറ്റർ ആണ് കേട്ടോ. 3900 കിലോമീറ്ററോളമാണ്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടതും കൂടിയാണ്. 615 കോടിയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവെന്ന് നമ്മൾ കണ്ടതാണ് അല്ലേ? 615 കോടി. ശരി, ഇനി പറയുന്ന പോയിന്റ്സ് ഒക്കെ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പറയാൻ പോകുന്ന പോയിന്റ്സ് മനസ്സിൽ വെച്ചേക്കണം. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡർ ലാൻഡ് ചെയ്തത്. എവിടെയാണ് ലാൻഡ് ചെയ്തത്? 2 ഗർത്തങ്ങൾക്കിടയിലാണ്. ആ ഗർത്തങ്ങളും ചോദിച്ചിട്ടുണ്ട്. മാൻസിനസ് സിയും സിംപൊലിയസും. സിംപൊലിയസ് ഈ 2 ഗർത്തങ്ങൾക്കിടയിലാണ് ലാൻഡ് ചെയ്തത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. പിന്നീട് ഈ ലാൻഡറിൻ്റെയും ലോവറിൻ്റെയും വിക്ഷേപണ കാലഘട്ടം, അതിൻ്റെ കാലാവധി എത്രയാണ്? 14 ഭൗമദിനങ്ങളാണ്. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ചോദിക്കട്ടെ, പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് P വീരമുത്തുവേലാണ്. അസിസ്റ്റന്റ് പ്രൊജക്ട് ഡയറക്ടർ K കൽപ്പനയാണ്. ഓക്കെ അല്ലേ? മിഷൻ ഡയറക്ടർ മോഹൻ കുമാർ. അതേപോലെ ISROയുടെ ചെയർമാൻ ആരാണ്? ഇപ്പോൾ S സോമനാഥാണ്. ഓക്കെ, ഇനി അടുത്തത് ഈ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിച്ചു. ഈ ഓഗസ്റ്റ് 23 വിക്രം ഈ ലാൻഡ് ചെയ്ത ആ സ്ഥലത്തിന് ഒരു പേര് പറഞ്ഞല്ലോ, അതേതാണ്? ഓർക്കുന്നുണ്ടോ? ശിവശക്തി പോയിന്റ് അല്ലേ? ശിവശക്തി പോയിന്റ് എന്നാണ് അതിന് ആ സ്ഥലത്തിന് പേരിട്ടിരിക്കുന്നത്, ശിവശക്തി പോയിന്റ്. പിന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ്, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ, അതും വെറുതെ ലാൻഡ് ചെയ്യല്ല, സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന കേട്ടോ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. അതേപോലെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യവുമാണ് ഇന്ത്യ. പറയുന്നതിൽ വ്യത്യാസം മനസ്സിലായോ? ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യം റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ചൈനയ്ക്കും
പുറമെ ആദ്യം റഷ്യ, അത് കഴിഞ്ഞ് അമേരിക്ക, അത് കഴിഞ്ഞിട്ട് ആരാണ്? ചൈന. ഇവർക്ക് ശേഷം നാലാമതായിട്ട് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന രാജ്യം അത് ഇന്ത്യയാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ച് കേൾക്കണം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഈ ചന്ദ്രയാനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം വന്നൊരു മെസ്സേജ് അതെന്തായിരുന്നു? ഇന്ത്യ, ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ, യു ടു. ഇന്ത്യ, ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി, നീയും എന്നുള്ളതാണ്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എഴുത്തച്ഛൻ പുരസ്കാരം കഴിഞ്ഞ 2 ചോദ്യപേപ്പറുകളിലും ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഓക്കെ, അത് കാണുക, അത് പഠിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? പി വത്സലയ്ക്കാണ്. പി വത്സലയുടെ ആത്മകഥ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? കിളിക്കാലമാണ്. കിളിക്കാലം. ഇനി അടുത്തത് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2 വീഡിയോയിലും ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാടിൻ്റെ പുസ്തകമാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ സേതുവിൻ്റെ കൃതികൾ, പി വത്സലയുടെ കൃതികൾ, അതേപോലെ തന്നെ 2023 SK വസന്തനാണ് ലഭിച്ചത്. SK കൃതികൾ ഇതെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വായിച്ചു വയ്ക്കുക. പേടി സ്വപ്നങ്ങൾ അദ്ദേഹത്തിൻ്റെയാണ്. കൈമുദ്രകൾ, അടയാളങ്ങൾ ഇതെല്ലാം സേതുവിൻ്റെ കൃതികളിൽ പെടുന്നതാണ്. നിഴലുറങ്ങുന്ന വഴികൾ എന്ന് പറയുന്നത് കൃതികളിൽ പെടുന്നില്ല. നിഴലുറങ്ങുന്ന വഴികൾ എന്ന് പറയുന്നത് പി വത്സലയുടെ കൃതിയാണ്. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് 23 വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ നയിച്ചത് അതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്, എത്രയോ ചോദ്യപേപ്പറിൽ നമ്മൾ കണ്ടതാ, സ്വാമി വിവേകാനന്ദൻ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ. റിപ്പീറ്റഡ് ചോദ്യങ്ങളല്ലേ ഇതെല്ലാം. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിളിച്ചു. അത് ശരിയല്ലേ? ഞാൻ ആദ്യം തന്നെ SCERTയിൽ ഒരു ക്ലാസ് എടുത്തപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സോ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണമെന്നും രാജഭരണത്തെ കരിനീച ഭരണമെന്നും വിളിച്ചത് ഇദ്ദേഹമാണ് അല്ലേ? കരിനീച ഭരണമെന്നും വിളിച്ചത് ഇദ്ദേഹമാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ഇതിൽ ശരിയാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. ഇല്ല, അത് ആരായിരുന്നു? അത് ശ്രീനാരായണ ഗുരുവായിരുന്നു അല്ലേ? സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അത് ശരിയാണ്. അപ്പോൾ 1, 2, 3 എന്താണ്? ശരിയാണ്. ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ A ആണ്, 3 മാത്രം. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി? ഗോദാവരി. റിപ്പീറ്റഡ് ചോദ്യം. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. ഇതും റിപ്പീറ്റഡ് അല്ലേ? ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇങ്ങനെ ടേബിളൊക്കെ ആയിട്ട് കാണിച്ചതാണ്. ഞാൻ വായിച്ച് പറഞ്ഞല്ലേ, CRTയിൽ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. അത് ശരിയാണ്. പടിഞ്ഞാറൻ തീരസമതലവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ഇത് ശരിയാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. അത് ബന്ധമുണ്ടോ? അത് ബന്ധമില്ല. താരതമ്യേന വീതി കൂടുതലാണെന്ന് പറയുന്നു. അല്ല, പടിഞ്ഞാറൻ തീരസമുദ്രത്തിന് താരതമ്യേന വീതി കുറവാണ്. ഓക്കെ, അപ്പോൾ അതും ബന്ധമില്ലാത്തതാണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. അത് ശരിയല്ലേ? അത് ശരിയാണ്. ഇപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് ബന്ധമില്ലാത്തതല്ലേ ചോദിച്ചിരിക്കുന്നത്? ഏതൊക്കെയാണ് ബന്ധമില്ലാത്തത്? 2ഉം 3ഉമാണ്. 2ഉം 3ഉം. ഓപ്ഷൻ B ആണ് ആൻസർ. ഓക്കെ ആണോ? ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ്? 1853 ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? SCERT പോയിന്റ് ആണ്. ചാറിയ. ഓക്കെ, ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് SCERT പോയിന്റ്സും കൂടി ഒന്ന് പറയാമേ. ഇതിൽ കൽക്കരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫോസിൽ ഇന്ധനങ്ങളിൽ പെടുന്നതാണ് അല്ലേ?
ഈ ധാതു ഇന്ധനങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഈ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഫോസിൽ ഇന്ധനങ്ങളിൽ ഏതൊക്കെ പെടും? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ, ഇതെല്ലാം ഫോസിൽ ഇന്ധനങ്ങളാണ്. നമ്മുടെ ഇവിടെ ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട കൽക്കരി ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയൊക്കെയാണ്. ഇന്ത്യയിലെ ഈ ചോദ്യം കണ്ടോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം അത് ജാർഖണ്ഡിലെ ഝാറിയ. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ എന്ന് ചോദിച്ചാൽ അത് അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയവയൊക്കെയാണ്. അതിൽ നമ്മൾ കേട്ടില്ലേ തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന് പറയുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. അത് എവിടെയാണ്? ലിഗ്നൈറ്റ് കാണപ്പെടുന്നത് തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ്. അതൊന്ന് ഓർത്തിരിക്കണേ. അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് ഡിഗ്ബോയ് ആണ് കേട്ടോ. ഡിഗ്ബോയ് ആസാം തന്നേക്കണോ? ഡിഗ്ബോയ് അത് ആസാമിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ആണവോർജ്ജ നിലയങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും കൂടി ഒന്ന് പറയാം കേട്ടോ. അതൊന്ന് കേട്ടിരിക്കുക. താരാപൂർ എവിടെയാണ്? മഹാരാഷ്ട്രയാണ്. നറോറ എവിടെയാണ്? ഉത്തർപ്രദേശാണ് കേട്ടോ. നറോറ ഉത്തർപ്രദേശാണ്. അതേപോലെ തന്നെ റാവത്ത് ഭട്ട രാജസ്ഥാനാണ്. ഓക്കെ, കൽപ്പാക്കം, കൂടംകുളം ഇതെല്ലാം എവിടെയാണ്? ഇതെല്ലാം തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാടാണ്. കൈഗയൊക്കെ എവിടെയാണ്? കൈഗ എവിടെയാണ്? കർണാടകമാണ് കേട്ടോ. കാക്രാപ്പാറ ഗുജറാത്ത്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം PYQs ആണ്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് മനസ്സിലോർത്തിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല ഏതാണ്? ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിക്കപ്പെട്ടത് റൂർക്കേല. ദുർഗാപൂർ ഏതാണ്? ബ്രിട്ടന്റെ സഹായത്തോടെ. ഭിലായി, ബൊക്കാറോ ഇതെല്ലാം സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയുമാണ്. ഓർത്തിരിക്കണേ. കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം അത് ആരാണ്? ഉത്തർപ്രദേശാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ, കോട്ടപ്പുറം അത് കോഴിക്കോട് എന്നും പറയും കേട്ടോ. കൊല്ലം മുതൽ കോഴിക്കോട് എന്ന് പറഞ്ഞാലും തെറ്റല്ല. അപ്പോൾ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയപാതയിൽ ഉൾപ്പെടുന്നു? റിപ്പീറ്റഡ് ചോദ്യമാണ്. ദേശീയ ജലപാത 3 കേട്ടോ. ദേശീയ ജലപാത 3. ഓക്കെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഉൾനാടൻ ജല അതോറിറ്റി രൂപം കൊണ്ട വർഷം ഏതാണ്? ഉൾനാടൻ ജല അതോറിറ്റി 1986 ആണ്. ഓർത്തിരിക്കണം. റിപ്പീറ്റഡ് ചോദ്യമാണ്. 1986 ആണ് എന്ത്? ഉൾനാടൻ ജല അതോറിറ്റി രൂപം കൊണ്ട വർഷം. ഇന്ത്യയിലെ ആദ്യത്തെ ജലപാതയാണ് NW1 കേട്ടോ. NW1 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ജലപാതയാണ്. NW3നെ ദേശീയ ജലപാത 3നെ ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണെന്നറിയാമോ? അത് 1993 കേട്ടോ. 1993 ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ചത്. ഓക്കെ അല്ലേ? അടുത്തത്, ഈ ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം. ഇത് CRT പോയിന്റ് ആണ് കേട്ടോ. ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷമാണ് 2016 മാർച്ച് 25 കേട്ടോ. 2016 മാർച്ച് 25 ഈ നിയമം അനുസരിച്ച് നിലവിൽ ഇന്ത്യയിലാകെ ദേശീയ ജലപാതകളുടെ എണ്ണം 111 CRT പോയിന്റ് ആണ്. ഓക്കെ, ഇനി നാഷണൽ ഹൈവേസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഞാനൊന്ന് പറയാം. NW1 ബന്ധിപ്പിക്കുന്നത് അലഹബാദ് ഹാൽഡിയയാണ്. NW2 സാദിയ ധൂബ്രി. NW3 കൊല്ലം കോഴിക്കോട്. ഓക്കെ, കൊല്ലം കോട്ടപ്പുറം ശരിയാണ് കേട്ടോ. NW4 ആണെങ്കിൽ കാക്കിനഡ പുതുച്ചേരി. NW5 ആണെങ്കിൽ ഏതാണ്? താൽച്ചർ ധാംറ. NW6 ആണെങ്കിൽ ലക്കിപൂർ ഭാംഗ്ര. ഓക്കെ, ഇതൊന്ന് ഓർത്തിരിക്കണേ, ചോദിക്കാറുള്ളതാണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് NW3 ആണ് കേട്ടോ. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ,
ഇന്ത്യയുമായിട്ട് അടുത്ത ചോദ്യം, ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? വടക്ക് പടിഞ്ഞാറ് അതിർത്തി അതേതാണ്? അഫ്ഗാനിസ്ഥാനാണ് ഇതിൽ. ഓക്കെ. യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? യങ് ഇന്ത്യ പത്രം. യങ് ഇന്ത്യ പത്രം ആരുടെയാണ്? യങ് ഇന്ത്യ പത്രം മഹാത്മാഗാന്ധിയുടെയാണ്. SCERT പത്രങ്ങളും അതിൻ്റെ നേതാക്കളും തന്നിട്ടുള്ളൊരു ടേബിൾ തന്നെയുണ്ട്, ഞാൻ അതൊന്ന് വായിക്കാം. ഹിന്ദു, സ്വദേശി മിത്രം ഇതൊക്കെ ആരുടെയാണ്? ജി സുബ്രഹ്മണ്യ അയ്യരുടെയാണ്. ഹിന്ദു, സ്വദേശി മിത്രം എന്ന് പറയുന്നതെല്ലാം ജി സുബ്രഹ്മണ്യ അയ്യരുടെയാണ്. അമൃത ബസാർ പത്രിക എന്ന പത്രം ആരുടെയാണ്? ശിശിർ കുമാർ ഘോഷിൻ്റെയും മോത്തിലാൽ ഘോഷിൻ്റെയുമാണ്. ഏതാണ്? അമൃത ബസാർ എന്ന് പറയുന്ന, അമൃത ബസാർ പത്രിക എന്ന് പറയുന്ന പത്രം. ബോംബെ സമാചാർ ആരുടെയാണ്? ഫർദൂർജി മർസ്ബാൻ്റെയാണ്. ഫർദൂർജി മർസ്ബാൻ. അടുത്തത്, ഇത് ഭയങ്കര ഫെമിലിയർ ആണ്. കേസരി മറാത്ത ആരുടെയാണ്? ബാലഗംഗാധര തിലകിൻ്റെയാണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലകിൻ്റെയാണ്. ബാലഗംഗാധര തിലകിൻ്റെയാണ് കേസരി മറാത്ത. അതേപോലെ തന്നെ ബംഗാളി എന്ന് പറയുന്നൊരു പത്രമുണ്ട്, അതാരുടെയാണ്? സുരേന്ദ്രനാഥ് ബാനർജിയുടെയാണ്. സുരേന്ദ്രനാഥ് ബാനർജിയുടെയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാണ്? ദാദാഭായ് നവറോജിയുടെയാണ് വോയിസ് ഓഫ് ഇന്ത്യ. ഇതെല്ലാം റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ്. ഷോം പ്രകാശ്. ഷോം പ്രകാശ് എന്ന് പറയുന്ന പത്രം ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെയാണ് ഷോം പ്രകാശ്. ന്യൂ ഇന്ത്യ കോമൺവീല് ഇതാരുടെയാണ്? ആനി ബസന്റിൻ്റെയാണ്. ആനി ബസന്റിൻ്റെ പത്രമാണ് ഏതാണ്? ന്യൂ ഇന്ത്യ കോമൺവീല്. യങ് ഇന്ത്യ ഹരിജൻ. യങ് ഇന്ത്യ ഹരിജൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെയാണ്. അൽ ഹിലാൽ എന്ന് പറയുന്ന പത്രം ആരുടെയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയാണ്. അൽ ഹിലാൽ എന്ന് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രമാണ്. വന്ദേ മാതരം ലാലാ ലജ്പത് റോയുടെ കേട്ടോ, റിപ്പീറ്റഡ് ഈ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ഉറുദു പത്രമാണ്. വന്ദേ മാതരം ലാലാ ലജ്പത് റോയുടെയാണ്. ഓക്കെ അല്ലേ? നേഷൻ. നേഷൻ എന്ന് പറയുന്നത് ആരുടെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ്. ഓക്കെ, ഇത്രയും SCERT തന്നിട്ടുള്ളതാണ്, ഓർത്തിരിക്കുക. അതേപോലെ തന്നെ രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ചൊരു പത്രമുണ്ട്, അതേതാണ്? മിറാത്ത് ഉൽ അക്ബർ ആണ് കേട്ടോ. മിറാത്ത് ഉൽ അക്ബർ. അദ്ദേഹം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ചൊരു പത്രമുണ്ട്, അത് ഏതാണെന്നറിയോ? സംവാദ് കൗമുദിയാണ്. സംവാദ് കൗമുദിയാണ്. അതേപോലെ പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1878 ആണ് കേട്ടോ. 78-ൽ ലിട്ടൻ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ലിട്ടൻ പ്രഭു 1878. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ ഒരു പോയിന്റും കൂടി ഓർത്തിരിക്കണേ. SCERT ആണ്. സുലഭ് സമാചാർ എന്ന വർത്തമാന പത്രം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? ബ്രിട്ടീഷ് ഭരണകാലത്ത് വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന സുലഭ് സമാചാർ എന്ന വർത്തമാന പത്രം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ്? അത് ബംഗാളിൽ നിന്നാണ് കേട്ടോ. അത് ബംഗാളിൽ നിന്നാണ്. ബംഗാളിൽ നിന്ന്. ഓക്കെ അല്ലേ? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. അതെന്ത് ചെയ്യില്ല? പുനഃസ്ഥാപന ശേഷിയുണ്ട്, അത് ശരിയാണ്. ചെലവ് കുറവാണ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സൊക്കെ. പക്ഷേ എന്താ? ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഇല്ല, അത് തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അതല്ല, അങ്ങനെ തീർന്നു പോകുന്നതല്ല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. ഓക്കെ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് കാറ്റിൽ നിന്നുള്ള ഊർജം, സൗരോർജം, ഇതെല്ലാം ഉദാഹരണങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വരെ വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അത് 21A ആണ്. എത്രയോ ചോദ്യപേപ്പറിൽ നമ്മൾ തന്നെ കണ്ടതാണ്. 21A ആണ്. 86-ാം ഭേദഗതി പ്രകാരമാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? 4Aയിലാണല്ലേ. ഭാഗം 4 DPSP ആണ്, നിർദ്ദേശക തത്വങ്ങളാണ്. ഭാഗം 3 മൗലിക അവകാശങ്ങളാണ്. ഭാഗം 4Aയിൽ മൗലിക കർത്തവ്യങ്ങൾ. മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്ത ഭേദഗതി 42-ാം ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42-ാം ഭേദഗതിയാണ്. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. എത്ര മൗലിക കർത്തവ്യങ്ങളുണ്ട്? 11 എണ്ണമുണ്ട്. 11 എണ്ണം. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണെന്ന് ചോദിച്ചാൽ അത് രവീന്ദ്രനാഥ് ടാഗോറാണ് കേട്ടോ. ഏത് ഭാഷയിൽ? ബംഗാളി ഭാഷയിൽ.
ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? അത് നമുക്കറിയാം, കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണല്ലേ. നിങ്ങൾക്ക് ഇയർ ഓർക്കുന്നുണ്ടോ? ഇയർ ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ഇത് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. 3:2. നീളം 3, വീതി 2. 3:2. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. ഒക്ടോബർ 12-നാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ഒക്ടോബർ 12 തന്നെയാണ്. വർഷം മാറ്റമില്ലേ? 2005. ഓക്കെ, 2005 ഒക്ടോബർ 12-നാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21. അനുച്ഛേദം 21. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ദേവനാഗരി ലിപി. ദേവനാഗരി ലിപി. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? കടുവ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്രകലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാമൻ നമ്പി. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. ഇത് SCERTയിലെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിൻ്റെ പത്രങ്ങളെ പറ്റി കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞല്ലേ. 2023 ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാനായിട്ട് പോകുന്ന രാജ്യമാണ് ബ്രസീൽ. റിപ്പീറ്റഡ് ചോദ്യം അല്ലേ. ബ്രസീൽ. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാലയാണ് വിശ്വഭാരതി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? 1919. ഇതും റിപ്പീറ്റഡ് ചോദ്യമാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ദാദാബായ് നവറോജി. സാരേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആര്? ഓർത്തിരിക്കണേ, അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ഏത്? ഭക്രാനങ്കൽ. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേരാണെന്ത്? റൗളറ്റ് ആക്ട് കേട്ടോ. റൗളറ്റ് ആക്ട്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആരാണ്? PT ഉഷയാണ്. PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിതയും ആര് തന്നെയാണ്? PT ഉഷയാണ് അല്ലേ. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? 2017. കൊച്ചി മെട്രോ നിലവിൽ വന്നത് 2017. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? പാമ്പാറാണ്. പൊന്നാനി തുറമുഖം ഏതു നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഭാരതപ്പുഴ. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിതയാണ് ആര്? നഞ്ചിയമ്മ. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയിലാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? റിപ്പീറ്റഡ് ചോദ്യമല്ലോ. വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകരയാണ്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്? അയ്യങ്കാളി. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്?
അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. നേതൃത്വം നൽകിയത് ടി.കെ. മാധവൻ. ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനമേതാണ്? അരയ സമാജമാണ്. അരയ സമാജം. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽ പാത ഏതാണ്? ബേപ്പൂർ തിരൂർ വരെ. ബേപ്പൂർ മുതൽ തിരൂർ വരെ. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ. കേളപ്പനാണ്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്ക്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്നത് പാരീസ് ആണ്. പാരീസ് ഒളിമ്പിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പാരീസ് ഒളിമ്പിക്സ്. ഇന്ത്യക്ക് എത്ര മെഡലുകളാണ് കിട്ടിയിട്ടുള്ളത്? 6 എണ്ണം. 5 വെങ്കലവും 1 വെള്ളിയും. വെള്ളി ആരാണ്? പുരുഷ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്കാണ് വെള്ളി മെഡൽ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ പാരീസ് ഒളിമ്പിക്സ്. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് വി.ടി. ഭട്ടതിരിപ്പാടാണ്. ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്തതാണ്. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം എ ആണ്. ശരിയാണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ഇ. ശരിയാണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. ശരിയാണ്. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ബി ആണെന്ന് പറയുന്നത് തെറ്റാണ്. അത് ജീവകം ഡി അല്ലേ? അത് ഡി ആണ്. അപ്പോൾ 4 തെറ്റ് കേട്ടോ. തെറ്റായ പ്രസ്താവനയാണ് 4 മാത്രം. ബി ആണ് ആൻസർ. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലൂടെയാണ്? കുഷ്ഠം പകരുന്നത് സമ്പർക്കം മുഖേനയാണ്. സമ്പർക്കം മുഖേന. കേരളത്തിലെ അവിവാഹിതരായ മാതാപിതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഏത്? സ്നേഹസ്പർശം. സ്നേഹസ്പർശം. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? ഏതാണ്? മോണോസൈറ്റും ന്യൂട്രോഫിലും. മോണോസൈറ്റും ന്യൂട്രോഫിലും. പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? ഭാഗ്യലക്ഷ്മിയാണ് കേട്ടോ. ഭാഗ്യലക്ഷ്മിയാണ് പയർ ചെടിയുടെ സങ്കര ഇനങ്ങൾ. CRTയിൽ തന്നിട്ടുണ്ട്. പയർ ചെടിയുടെ സങ്കര ഇനങ്ങൾ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇതെല്ലാം എന്താണ്? പയർ ചെടിയുടെ സങ്കര ഇനങ്ങളാണ് കേട്ടോ. അതേപോലെ തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതാണ്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്നൊക്കെ പറയുന്നത്. നെല്ലിൻ്റെ ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. ഇതെല്ലാം നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ്. പയറിൻ്റെ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എല്ലാം. പച്ചമുളകിൻ്റെ ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ഇതെല്ലാം സങ്കര ഇനങ്ങളാണ് പച്ചമുളകിൻ്റെ. വെണ്ടയുടെ ആണെങ്കിൽ കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ഇതെല്ലാം വെണ്ടയുടെയാണ്. അതേപോലെ വഴുതനങ്ങയുടെ ആണെങ്കിൽ സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ഇതെല്ലാം വഴുതനങ്ങയുടെയാണ് കേട്ടോ. അതേപോലെ തക്കാളിയുടെ ആണെങ്കിൽ മുക്തി, അനഘ, അക്ഷയ. ഇതെല്ലാം തക്കാളിയാണ്. പ്രിയങ്ക എന്ന് പറയുന്നതൊരു പാവലിനമാണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ അതൊന്ന് പറഞ്ഞു പോവാം. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണൂത്തി, തൃശ്ശൂർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത്, ശ്രീകാര്യത്ത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ്. അതേപോലെ തന്നെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. ഓക്കെ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അതെവിടെയാണ്? അത് കോട്ടയത്താണ്. വനവിഭവം അല്ലാത്തത് ഏതാണ്? വനവിഭവം അല്ലാത്തത് അത് മണ്ണെണ്ണയാണ്. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏതാണ്? സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. എ ആണ്, സൾഫർ ഡൈ ഓക്സൈഡ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഇത് ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്തു കേട്ടോ. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? റൂദർഫോർഡിൻ്റെ ആണ്.
കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ്. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിലാണ്? 18ാമത്തെ ഗ്രൂപ്പിലാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തത്. ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടുന്നത് നോക്കാം. ജ്വലനത്തിന് ഉപയോഗിക്കും, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി, കൃത്രിമ ശ്വസനത്തിനൊക്കെ ഉപയോഗിക്കും. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കില്ല. അപ്പോൾ അതാണ് ആൻസർ കേട്ടോ. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്നത് കാർമോയിസിനാണ് കേട്ടോ. കാർമോയിസിനാണ്. ടാർട്രാസിൻ്റെ നിറം എന്താണ്? അത് യെല്ലോ ആണ് കേട്ടോ, മഞ്ഞ നിറമാണ്. ഇൻഡിഗോ ബ്ലൂ നിറമാണ്. ഫാസ്റ്റ് ഗ്രീൻ തന്നെ. ഓക്കെ. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഭ്രമണ ചലനമാണ്. ഓക്കെ. നേർരേഖാ ചലനം എന്താ? ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനമാണ് അല്ലേ. ഇപ്പോൾ മാമ്പഴം ഞെട്ടിട്ട് വീഴുന്നത്, ലിഫ്റ്റ് വരുന്നതൊക്കെ അതിന് ഉദാഹരണമാണ്. ഈ ഭ്രമണത്തിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത്, പമ്പരം കറങ്ങുന്നത്, ഫാനിൻ്റെ കറക്കം, ഷാർപ്നർ ഉപയോഗിച്ച് പെൻസിൽ കൂർപ്പിക്കുന്നതെല്ലാം ഭ്രമണത്തിന് ഉദാഹരണമാണ്. പിന്നെ വർത്തുള ചലനം. വർത്തുള ചലനം എന്ന് വെച്ചാൽ ഒരു വസ്തുവിൻ്റെ വൃത്താകാര പാതയിലുള്ള ചലനമാണേത്? വർത്തുള ചലനം എന്ന് പറയുന്നത്. ഉദാഹരണം ഏതൊക്കെയാണ്? ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം, കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നത്, പിന്നെ വൃത്തപാതയിലൂടെ ഈ കളിത്തീവണ്ടി ഓടുന്നതെല്ലാം വർത്തുള ചലനത്തിന് ഉദാഹരണങ്ങളാണ്. എന്താണ് ദോലനം? ഓസിലേഷൻ എന്ന് പറയും. ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കിയിട്ട് ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിനെയാണ് ദോലനം എന്ന് പറയുന്നത്. ഉദാഹരണം ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, അതേപോലെ ഊഞ്ഞാലിൻ്റെ ചലനം. റിപ്പീറ്റഡ് ചോദ്യമാണ്. ഊഞ്ഞാലിൻ്റെ ചലനം, തൂക്കിയിട്ട തൂക്കുവിളക്കിൻ്റെ ചലനം, വാഹനത്തിൻ്റെ വൈപ്പറിൻ്റെ ചലനം എല്ലാം എന്തിന് ഉദാഹരണമാണ്? ദോലനത്തിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെയാണ് നമ്മൾ കമ്പനം എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനം ചെയ്യാന്ന് വെച്ചാൽ ദോലനത്തിന് ഉദാഹരണമാണ്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെയാണ് കമ്പനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മയാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണെന്ത്? അപവർത്തനം. ചുവടെ നൽകിയിരിക്കുന്നതിൽ താപം പ്രേക്ഷണം ചെയ്യുന്ന രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബാഷ്പീകരണം. ഓക്കെ. ബാക്കിയെല്ലാം താപപ്രേക്ഷണ രീതികളാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം? കാറ്റ്, തിരമാല. ഓക്കെ. പെട്രോൾ, കൽക്കരി എല്ലാം പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ 1ഉം 2ഉം ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ്. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഇത്രയും ചോദ്യങ്ങൾ ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ PYQs ഇങ്ങനെ ചെയ്തു നോക്കുക. റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യ പേപ്പറായിട്ട് കാണാം കേട്ടോ. താങ്ക് യു.